എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോഴേക്ക് വളരെയധികം പ്രയാസവും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? പ്രധാനമായിട്ട് വീട്ടുജോലികളൊക്കെ ചെയ്യുമ്പോൾ, അടുക്കളയിലുള്ള പാചകം ചെയ്യുമ്പോൾ, നമ്മുടെ പ്രധാനപ്പെട്ട ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്ക് തളർന്നു പോകുന്നുണ്ടോ? ശരീരവേദന, കാൽമുട്ട് വേദന, ഇങ്ങനെ കൈവേദന, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വേദനകൾ കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ലേ? മറ്റുള്ളവരുടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മോൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, മരുമകൾ എന്നെ സഹായിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വന്ന് അവിടുത്തെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കൈ നീട്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതരെ, എൻ്റെ കയ്യിലേക്ക് നോക്കൂ, ഞാൻ പണിയെടുത്ത് ജോലിയെടുത്ത് വീണ പാടുകളാണിത് എൻ്റെ കയ്യിൽ കാണുന്നത്. എനിക്കൊരു വേലക്കാരിയെ, എനിക്ക് ഒരു അസിസ്റ്റൻറ്റിനെ ആക്കി തരുമോ, ഒരു ഖാദിമിനെ ഉണ്ടാക്കി തരുമോ, ഒരു വേലക്കാരിയോ ഒരു അടിമ സ്ത്രീയെ വേലക്കാരിയാക്കി നിർത്തി തരുമോ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മറുപടി പറയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളത് കേൾക്കണം. കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അള്ളാഹു നമുക്ക് ക്ഷമ നൽകട്ടെ. അള്ളാഹു നമുക്ക് അവനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ, ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ, അവർക്ക് സേവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ, ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പാഠങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീട്ടുജോലി, നമ്മൾ ചെയ്യുന്ന ഈ ജോലികൾ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതാരെങ്കിലും ഒരാൾ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാൻ പിന്നെ ഒരു സ്കോപ്പുള്ളത് ഭാര്യയ്ക്കാണല്ലോ. അങ്ങനെ ഒരു ഖിദ്മ എന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കുന്ന ഇത്തരം സേവനങ്ങൾക്ക് വലിയ പുണ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറേ അടിമകളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ കുറേ അടിമകളെ കൊണ്ടുവന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഓ ഫാത്തിമ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് ഒരു വേലക്കാരിയുമായി ബന്ധപ്പെട്ട ചർച്ച ഒന്ന് നടത്തണം. നമ്മുടെ ഈ ജോലിയിലൊക്കെ ഒരു ഭാരം കുറക്കാൻ ഒരു വേലക്കാരി ഉണ്ടായാൽ നന്നായിരുന്നല്ലോ എന്നുള്ള രൂപത്തിൽ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിക്കാനൊരു മടിയും ലജ്ജയൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ, അതല്ല ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണോ, എന്താണ് ഈ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയുള്ള ആളാണല്ലോ. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ വളരെ സൂചിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഉള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യാറുള്ളത്. വെള്ളം കിണറിൽ നിന്ന് എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല, കാരണം അന്യ ആണുങ്ങളൊന്നും കാണൂല. ഞാൻ വീട്ടിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്തും ഞാൻ തന്നെയാണത് ചെയ്യുന്നത്. ആരും അത് കാണൂല, അറിയൂല. ഞാൻ വീട്ടിൽ കടികളൊക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ തന്നെയാണ്, അതും ആരും കാണൂല. വീട്ടിൽ നിന്ന് ഞാൻ എന്ത് ജോലികളെടുത്താലും അതൊന്നും ആരും കാണൂല. നോക്കൂ, എൻ്റെ കൈയൊന്ന് നോക്കൂ, ഞാൻ ജോലി എടുത്തതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ഇത്രയും പാടുകളുള്ളതിൻ്റെ അർത്ഥം ഞാൻ അത്രയും വീട്ടുജോലികളൊക്കെ എടുക്കുന്ന ആളാണ് എന്ന് തന്നെയാണ്. പക്ഷേ
എനിക്കേറ്റവും പ്രയാസം ഉണ്ടാക്കുന്നൊരു വിഷയം വിറകുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വിറക് വളരെ ദൂരെ നിന്ന് ഞാൻ ശേഖരിച്ചു കൊണ്ടുവരണം. അങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ ശരീരം മറ്റുള്ളവർ കാണുമല്ലോ, അതെനിക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് നോക്കൂ, ആ പറഞ്ഞ രീതിയിൽ എത്ര മാന്യതയുണ്ട് അല്ലേ? ഞാനെൻ്റെ എന്താണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി തങ്ങളോട് ചോദിക്കാനുള്ളത്? ഒരു വേലക്കാരിയെ വേണം എന്നുള്ളതാണ്. അത് ചോദിക്കാൻ വേണ്ടി വളഞ്ഞു കൊണ്ടുവന്നത് കണ്ടോ? എങ്ങനെയൊക്കെയോ ഞാൻ വീട്ടിലെല്ലാ ജോലികളും ചെയ്യാറുണ്ട്. എൻ്റെ കയ്യൊന്ന് നോക്ക്, തെളിവ് സഹിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കാണിച്ചു കൊടുക്കുക. നമ്മളൊരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട രൂപങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ ഓരോ വിഷയങ്ങളും. നമ്മൾ ആരടുക്കലാണോ പറയേണ്ടത് അത് അവരുടെ അടുക്കൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പം ന്യായമായൊരു ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കേണ്ട രൂപത്തിൽ തന്നെ ചോദിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ഇത് ഒരു ഹദീസാണ് കേട്ടോ, ആ ഹദീസിൻ്റെ അറബി വായിക്കാതെ ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ശരിക്കും ഇതേപോലെ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ ഉഅല്ലിമുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം. ആ കാര്യം മിൻ യഅ്താഇക്കുമുൽ ഖാദിം, ഞാനൊരു ഒരു സെർവൻറ്റിനെ, ഒരു അടിമയെ, ഒരു വേലക്കാരിയെ നിങ്ങൾക്ക് നൽകുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഹൈറായ കാര്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പം നിങ്ങൾക്കൊരു സഹായിയായിട്ട് ഒരാളെ നിർത്തുന്നതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഹൈറ് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യലാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കണേ, വീട്ടിലേക്ക് ചെന്നാൽ ഉടനെ തന്നെ വിരിപ്പ് ശരിയാക്കുക, ഭർത്താവിൻ്റെ വിരിപ്പ് ശരിയാക്കി കൊടുക്കുക. വരുന്ന സമയത്ത് പടിവാതിൽക്കൽ ചെന്ന് അവരെ സ്വീകരിക്കുക, അവരുടെ കയ്യിലുള്ള വസ്തുക്കൾ വാങ്ങിച്ചു വെക്കുക, അവരവിടെ ഇരുന്നാൽ ചെരുപ്പ് അഴിച്ചു വെക്കുക, നോമ്പില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക, നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അടുത്തിരുന്ന് സംസാരിക്കുക, വിരിപ്പിലേക്ക് ക്ഷണിച്ചാൽ അനുസരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് ചേർന്നിരുന്ന് 33 തവണ തക്ബീറും 33 തവണ തസ്ബീഹും 33 തവണ തഹ്മീദും, എന്താ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ, എന്നിട്ടിങ്ങനെ പറയാണ്, ഇതാ അഖദ്തുമ, നിങ്ങൾ എന്താ വിരിപ്പിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉറങ്ങാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 33 തവണ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്നും പറയുക, 33 തവണ അൽഹംദുലില്ലാ എന്നും പറയുക, 33 തവണ അല്ലാഹു അക്ബർ എന്നും പറയുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ അജ്റു ഹാദ ദിക്രി ഖൈറുൽ ലക്കുമാ മിൻ ഖാദിം, അത് നിങ്ങൾക്ക് ഞാനൊരു വേലക്കാരിയെ വെക്കുന്നതിനേക്കാളും ഒരു സെർവൻറ്റിനെ വെക്കുന്നതിനേക്കാളും, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഇങ്ങനെ പാടുണ്ട്, അത്രയും ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഈ വിറക് കൊണ്ടുവരാനെങ്കിലും ഒരാളെ വെക്കാൻ പറഞ്ഞു, അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ലഭിക്കുന്ന ഹൈറായൊരു കാര്യമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരാവശ്യം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് അതാണ്. അങ്ങനെ നബി തങ്ങൾ അലിയാർ തങ്ങളോട് അത് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഹൈറായത് എന്ന് അലിയാർ തങ്ങളും പറയുന്നുണ്ട്. ഇമാം അഹ്മദും ഇബ്നു മാജയും റളിയല്ലാഹു അൻഹുമൊക്കെ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായൊരു ഹദീസാണ്. ഞാനിതിവിടെ പറഞ്ഞത് വീട്ടുജോലികളുമായി ബന്ധപ്പെട്ട് പ്രാരാബ്ദങ്ങളും ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു ഹദീസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ മഹദി മുത്തുനബി തങ്ങളുടെ മകളാണ്, അലിയാർ തങ്ങളുടെ പത്നിയാണ്. മഹദിക്ക് ഇങ്ങനെ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോൾ അത്ര ബുദ്ധിമുട്ട് നമ്മൾ എടുക്കുന്നുണ്ടോ? ഇപ്പോൾ ദൂരെ ദിക്കുകളിൽ സഞ്ചരിച്ച് വിറക് വെട്ടി കൊണ്ടുവന്ന് ഭക്ഷണം പാചകം ചെയ്യേണ്ട സാഹചര്യം നമുക്കുണ്ടോ? അതല്ല നമ്മൾ ജസ്റ്റ് ലൈറ്റർ ഉപയോഗിച്ച് ഗ്യാസ് കത്തിച്ചാണോ പാചകം ചെയ്യുന്നത്? ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് വെള്ളം മുക്കിയിട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം ഇപ്പോൾ നമുക്കുണ്ടോ? നമ്മുടെയൊക്കെ ഉമ്മമാരുടെ തുടക്ക കാലഘട്ടത്തിൽ, നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരൊക്കെ ഒരു പക്ഷേ ഇതിനോട് തത്തുല്യമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ നിഷ്പക്ഷമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും സഹോദരിമാരോടൊക്കെ.
പഴയ കാലത്ത് നമ്മൾ അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ദൂരേന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് മോട്ടറില്ലാത്ത സമയത്ത് നമ്മൾ ബാത്റൂമിലേക്കൊക്കെ 2ഉം 3ഉം ബക്കറ്റൊക്കെ കോരി കൊണ്ടുവന്ന് വെച്ച് അത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത്. ബാത്റൂമൊക്കെ വീടിൻ്റെ എത്രയോ ദൂരെ ഉണ്ടായിരുന്ന വീടുകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിനേക്കാളുമൊക്കെ എത്രയോ ബെറ്റർ അല്ലേ ഇപ്പോൾ നമുക്കുള്ളത്. ആ സമയത്ത് നമുക്ക് കുറേ രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ കൂടിയപ്പോൾ കുറച്ച് രോഗങ്ങളൊക്കെ വന്ന് അങ്ങനെയല്ലേ നമുക്ക് കുറേ ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ വന്നത് എന്ന് തോന്നിപ്പോകുന്നുണ്ടോ? നമ്മുടെ ശരീരം ഇളകാതെയായി അങ്ങനെയൊക്കെ ആയിട്ട് അള്ളാഹു നമുക്ക് ആഫിയത്തൊക്കെ നൽകട്ടെ. നല്ല അധ്വാനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ട്, ശരീരം കൊണ്ട് കഴിയാത്തവരും ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കുടുംബജീവിതം നല്ല രൂപത്തിൽ നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.